ഹലോ ഗൈസ്, എന്തൊക്കെയുണ്ട് മച്ചന്മാരുടെ ശേഷം പുതിയിട്ടുള്ളവരൊക്കെ എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഞങ്ങളെ സ്വന്തം വൈറ്റ് മച്ചൻ. അപ്പോൾ എല്ലാവർക്കും സുഖം ശ്രദ്ധിക്കുന്നു. ഞാൻ ഇപ്പോൾ ഇവിടെ നിൽക്കണ അറിയാം, പഞ്ചാബിലാണ്. പഞ്ചാബി സ്റ്റൈലുള്ളൊരു വീട്ടിലാട്ടോ ഞാൻ ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളത് ഈ കാണുന്ന ചേട്ടൻ്റെ വീട്ടിലാട്ടോ. ഞാൻ ചേട്ടനെ തൊപ്പി നോക്കി, ഇത് അടിപൊളി കേട്ടോ. നമ്മൾ കാണുന്ന പോലെയല്ല. പുള്ളിക്കാരൻ്റെ വീട്ടിലാണ് വന്നത്. രാവിലെ ഏകദേശം 9 മണി ആയിട്ടുണ്ട്. ഞങ്ങളിത് ബിസ്ക്കറ്റും ചായയും കൊണ്ട് തന്നിട്ടുണ്ട് കേട്ടോ. ഇവിടുത്തെ വീടിൻ്റെ സ്റ്റൈലും ഒക്കെ വലിയ നമ്മുടെ നാട്ടിലൊരു ഡൈനിങ് ഹാളാണ് ഒരാക്കൽ വലുപ്പമൊക്കെ. ഇവിടെ അങ്ങനെ ഒന്നുമില്ല കേട്ടോ. ഒരു ചെറിയ അത്യാവശ്യം കാണുമ്പോൾ ഒരു ചെറിയ വീടായിട്ട് തോന്നി, പക്ഷെ എന്നാലും കുഴപ്പമില്ലാത്ത സൗകര്യം കേട്ടോ. ഒരു ഡൈനിങ് ഏരിയ, ഔട്ട്ഡോർ റൂം അങ്ങനെ സെറ്റപ്പ് ആട്ടോ അതിൽ വരുന്നത്. ഇതാണ് ലിവിങ് ഏരിയ വരുന്നത് കേട്ടോ. പക്ഷെ വേറെ രസം എന്താ വെച്ചാൽ ഇത് ഇവർ തേച്ചിട്ടില്ല കേട്ടോ വീട്. അതായത് സോറി, പെയിൻ്റ് അടിക്കില്ല കേട്ടോ. പെയിൻ്റ് എടുത്തിട്ടില്ല കേട്ടോ. പക്ഷെ കാരണം മണൽ തൈകളൊക്കെ കാണാൻ പറ്റുന്ന തിളങ്ങണുണ്ടോ ചുമര്? കണ്ടോ മണൽ തരികളാട്ടോ ഈ കാണുന്നത്. ഇതൊക്കെ ഇവിടെയുള്ള ആൾക്കാരാട്ടോ. അതായത് ഇതുവരെ ചേട്ടൻ്റെ അപ്പനാണത്. ഒരപ്പനും ഇത് അവിടെ ഉണ്ട് കേട്ടോ. ഇതിവിടെയുള്ള ഒരു ഇവരെ മോനാണ് ഈ ചേട്ടൻ്റെ മകൻ്റെ ചെറിയ ഫോട്ടോ ഉണ്ട് നിങ്ങൾ കാണുന്നത്. അപ്പോൾ എന്താ അടിപൊളി കേട്ടോ, നല്ല രസമുണ്ട് കേട്ടോ വീട് കാണാൻ. നേരം മാർബിളൊക്കെ വെച്ചിട്ട് ഇതുണ്ടോ, പുള്ളിക്കാരൻ തലയിൽ ഇത് തൊപ്പി ഉണ്ടല്ലോ, തൊപ്പിയിട്ടവൻ ആളുടെ സ്റ്റൈലങ്ങ് മാറിയിട്ടാ കംപ്ലീറ്റ്. അടിപൊളി രക്ഷയില്ല. അപ്പം നമ്മളിത് ഇനി നേരെ പോകുന്നത് ഗോൾഡൻ ടെമ്പിളോട്ടോ. ഗോൾഡൻ ടെമ്പിളും അതുപോലെ വാഗാ ബോർഡറാണ് നമ്മുടെ അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ ഇന്നത്തെ കാഴ്ചകൾ എന്നത് അതാണ്. ഓക്കെ, അവിടെ പഞ്ചാബ് അടിപൊളി കേട്ടോ. ഇവിടുത്തെ മനുഷ്യന്മാർ അടിപൊളിയാണ്. ഓക്കെ ਵੀਰ ਰਿਆਏ ਨੇ ਇਹਨਾਂ ਦੇ ਚੈਨਲ ਦਾ ਨਾਮ ਹੀ ਬੋਲ ਦੇਣਾ ਵੀ ਇਹ ਰਾਤ ਸਾਡੇ ਕੋਲੇ ਸੀ, ਹੁਣ ਅਸੀਂ ਫੇਰ ਚੱਲੇ ਹਾਂ ਇਸ ਚੈਨਲ ਨੇ। ਓਕੇ ਓਕੇ ਵਾਈਟ ਮੱਛਰ ਵਲੌਗ। ਓਕੇ വെരി ഗുഡ് ദാറ്റ്സ് നൈസ്. നമ്മളെ നാട്ടിലെ MVD കാണാം. മൂന്നാണ് നമ്മളെ വായു വഞ്ചിരിക്കുന്നത്, ഇർഷാദിക്കത്, ഞാൻ ബാക്കിൽ. എന്ത് MVD എന്ത് നിങ്ങൾ ഈ കാണുന്നൊക്കെയാണ് ഇതിൻ്റെ ഉൾഗ്രാമങ്ങൾ. ഇതുണ്ടോ നല്ല നെൽപ്പാടം, കൃഷി. അത്രയ്ക്ക് നമ്മുടെ നാട്ടിലെ പോലെ അത്രയ്ക്ക് എന്താ പറയുക ഇതൊന്നുമല്ല കേട്ടോ. അവിടെ വീടുകളൊക്കെ ഉണ്ട്, ഫുള്ള് തേച്ചിട്ട് കേട്ടോ വീടുകളാട്ടോ, പെയിൻ്റൊന്നും അടിച്ചിട്ടില്ല. അങ്ങനെയായിട്ട് ഇവിടുത്തെ വീടുകളൊക്കെ കാണണേ. ഇതൊക്കെ വീടുകളെ പ്രത്യേകം എന്ന് വെച്ചാൽ ആദ്യം ഗേറ്റാണ്, വലിയ ഗേറ്റ് ആയിക്കാരം, ഫുൾ മറച്ചിങ്ങാട്ടൊരു ഗേറ്റ് ആയിക്കാരം. പിന്നെയാണ് ഉള്ളിലോട്ടാണ് വീടുകൾ വരുന്നത്. അതുകൊണ്ട് നല്ല കൃഷികളൊക്കെ അടിപൊളിയിട്ടാണ്. അപ്പോൾ കഴിച്ച് ഞങ്ങളങ്ങനെ ഫാമിൻ്റെ ഓണർ നേരത്തെ കണ്ടല്ലോ, എൻ്റെ വീടിന് സെൽഫി ഇരിക്കണേ. അതുണ്ടേ നല്ല അടിപൊളി നെൽകൃഷിയാട്ടത്. നെല്ലിൻ്റെ കൃഷിയാണ്. നല്ല എത്രയോ ഏക്കർ കണക്ക് സ്ഥലമുണ്ട് കേട്ടോ. അങ്ങേ സൈഡിലും ഇങ്ങേ സൈഡിലൊക്കെ ഇഷ്ടം പോലെ കേട്ടോ. അതേ നമ്മളത് എവിടെ വന്നിട്ടുണ്ട്, പുള്ളിക്കാരൻ്റെ വണ്ടിയാട്ടത്. എന്താണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഇതാക്കണ ചെറിയൊരു സ്ഥലമാട്ടെ ഈ കാണുന്നത്. ഇവിടെ നിന്നുണ്ടോ ഇതിങ്ങനെ ഓരോ നെല്ലിൻ്റെ ഇതിലോട്ട് വെള്ളം പാസ് ചെയ്യുന്ന സ്ഥലം കേട്ടോ. ഇവിടുത്തെ ഒരു ഇതിലോട്ട് വെള്ളം വന്ന് ചാടുന്നുണ്ട്. ഇതൊക്കെ അടിയിൽ നിന്ന് കിണറൊന്ന് ഡയറക്റ്റ് വെള്ളം നീക്കൊന്ന് ചാടും കേട്ടോ. എന്നിട്ട് അത് ഇതിലോട്ട് ഈ നെൽകൃഷിയിലോട്ട് പമ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. കണ്ടോ അതിലൂടെ അങ്ങ് ഇതുണ്ടോ, ഇതിൽ വെള്ളം നിൽക്കണുണ്ടോ? എന്ന് വെച്ചാൽ ഇവിടെ മഴ കുറവാണ് ഇപ്പോൾ നിലവിൽ. ഇതുണ്ടോ ഇതങ്ങനെ അടിയിലോട്ട് പമ്പ് ചെയ്തതേ ഉണ്ടോ, ഇതിലൊക്കെ വെള്ളം നിൽക്കണുണ്ടോ? ഇതിലൂടെയൊക്കെ ഇങ്ങനെ പാസ് ചെയ്യും കേട്ടോ. ഉണ്ടോ ഇവിടെ വെള്ളത്തിൻ്റെ ഒച്ചപ്പാട് നിങ്ങൾക്ക് കേൾക്കാൻ പറ്റും. എന്താല്ലേ അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. ഗ്രീനറി എന്ന് പറഞ്ഞാൽ ഇതാണ് ഒരു നെൽപ്പാടം അല്ലേ, അടിപൊളിയായിട്ട് ഒരു രക്ഷയില്ല. ഈ കാണാൻ വാള നോക്കണ്ട, ഇതെനിക്ക് എന്തേ പുള്ളിക്കാരൻ്റെ മകനുണ്ടല്ലോ, പുള്ളിക്കാരൻ്റെ മകൻ എനിക്ക് ഗിഫ്റ്റായിട്ട് തന്നാട്ടോ. ഈ ഇടത്തോളം പറഞ്ഞ് ഇവിടെ ഇഷ്ടം പോലെ കിട്ടും. പുള്ളിക്കാരൻ്റെ കൈമ ഇരുന്ന സാധനമാണ്. അതിന് ഒരുങ്ങാണ്ട് എൻ്റെ കൈമ ഇട്ടെന്നു ഈ ഇടത്തോ എന്ന് പറഞ്ഞു.
ഗൈസ് അങ്ങനെ ഇത് കുളിയെല്ലാം കഴിഞ്ഞു. നമ്മൾ ആ ഇതിൽ നിന്ന് കുളിച്ചിട്ടോ. അതെ ടൗണിലോട്ട് വന്നോട്ടോ. നല്ല തിരക്കാണ് കേട്ടോ ടൗണിൽ. അന്യായ തിരക്കാണ്. വൈകുന്നേരം കണ്ട പോലെയല്ല, പേരും തിരക്കാണ് ഗൈസ്. ഐസ്ക്രീമൊക്കെ നോക്കിയാൽ ഐസ്ക്രീം വണ്ടി, ജ്യൂസ്, ഇഷ്ടംപോലെ സാധനങ്ങൾ. നമ്മളിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടി വന്നാട്ടോ. ഫുഡ് കഴിക്കണം. ഫുഡ് മുമ്പ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഞങ്ങൾ കൊണ്ടുവന്നാണ്. ഉണ്ടോ റൊട്ടി ഉണ്ടാക്കണം നോക്കിയേ. ഒരു ചെറിയ കട കേട്ടോ. ഇത് ഒരു ബട്ടർ റോൾസ് ആണ് കേട്ടത്. ഓക്കെ, ഇതേപോലെ നല്ല റൊട്ടി, ആലു പൊറോട്ട പോലെ കേട്ടോ കേട്ടോ ഉള്ളിലുണ്ടാവും. ഓക്കെ, അപ്പോൾ അതും നല്ല ചപ്പിന് ചട്നി ഉണ്ട്, ഒരു കടലക്കറി ഉണ്ട്, ഉള്ളിയുണ്ട്. ഞങ്ങൾക്കൊരു മുതലെല്ലാം കാണിച്ചു തരാം. പഞ്ചാബിൽ മാത്രം കിട്ടുന്ന സാധനമാണ് ഇതേ എടുക്കണം. എന്തത് പഠിച്ചവനെ ബുറാക്ക ഇതിവിടെ മാത്രം ഇടാ, വേറെ എവിടെ പോയാലും ഈ സാധനം കിട്ടില്ല. അങ്ങോട്ട് നോക്കിയേ, ഡീസൽ എഞ്ചിനാണ് കാണുന്നത്. ഈ വണ്ടിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ എഞ്ചിനാണെന്ന് അവർ പറഞ്ഞത്. ഏകദേശം 40 വർഷം പഴക്കുണ്ടെന്ന് അവർ പറഞ്ഞത്. ഇതുണ്ടോ അത്യാവശ്യം നല്ല ആൾക്കാർ കയറട്ടോ. ഇതുണ്ടോ സ്റ്റിയറിങ് കേട്ടോ. ഫ്രണ്ടിൽ സിംഗിൾ ടയർ, ഓട്ടോറിക്ഷ പോലെ 3 ടയർ. ഇതിലുള്ള ആൾക്കാരൊക്കെ ഇരിപ്പുന്നു കേട്ടോ. ഒരു ബസ് പോലെ, ടാക്സി വണ്ടി പോലെ ഓടുന്ന സാധനം കേട്ടോ ഇത്. അപ്പോൾ നോക്കിയേ എന്താണിത്. സത്യം പറഞ്ഞാൽ ഇതിപ്പോൾ ഇല്ല കേട്ടോ, നിലവിൽ ഇപ്പോൾ സ്റ്റോപ്പാണ് സംഭവം. റയർ വെഹിക്കിളാണ് ഇവിടെ ഉണ്ട്, അത്യാവശ്യത്തിനുണ്ട് ഈ സാധനം. ഒരു രക്ഷയില്ല, വേറെ തന്നെ മൂഡ് സാധനം. വണ്ടി പ്രാന്തന്മാർക്ക് ഇഷ്ടപ്പെട്ടോ ഈ സാധനം. എഞ്ചിനെ കണ്ടോ ഓപ്പൺ ആയിട്ട് ഇരിക്കണേ. ഇതിൽ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത എഞ്ചിനാണെന്ന് അവർ പറഞ്ഞു. ടയറൊക്കെ നോക്കി നോർമൽ ടയർ പോലത്തെ ടയർ. ഹലോ ഗൈസ്, ഇതേ നമ്മൾ ഇന്നലെ താമസിച്ച് വീടാട്ടി കാണുന്നത്. ഇന്നലത്തെ വ്ളോഗിൽ ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നു, നല്ല ഷോർട്സിനെ ഉൾപ്പെടുത്തിയെന്ന് തോന്നുന്നുണ്ട്. കേട്ടോ ഇവരെ ഉപ്പാൻ്റെ പേരും ഉമ്മാൻ്റെ പേരും ഇവരെ വൈഫിൻ്റെ പേരും കേട്ടോ ഇവിടെ അടിച്ചിട്ടോ. ഇത് പഞ്ചാബി ലാംഗ്വേജിൽ അടിച്ചു വെച്ചാണ്. നമുക്കൊരു വീട് കേട്ടോ. വേണ്ട, ഇതാണ് വീട്. ഇവിടെ വീട് കണ്ടോ തേച്ചിട്ടൊന്നുമില്ല കേട്ടോ. നല്ല രസമുള്ള വീടാണ്. ഒരു ആയുധം നമ്മളെ തലയിൽ തൊപ്പിയൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി സുന്ദരം കിട്ടവായിട്ടൊക്കെ ഉണ്ട്. ഇതുണ്ടോ നമ്മൾ വണ്ടി കാണാനൊക്കെ റെഡിയാണ്. അതിനാലും നമ്മൾ പോവട്ടെ, അതിനൊരു യാത്ര പറഞ്ഞിട്ട് നമുക്ക് പോകണം. ഓക്കെ ബൈ. Most welcome in India. ഓക്കെ, താങ്ക് യു. നമ്മൾ പോവട്ടെ. പൊളി ആംപ്ലേറ്റ് ഉണ്ടാക്കട്ടെ സീറ്റ് മേലെ. അജാതി ചൂടാണ് ഗൈസ്. നമ്മൾ വണ്ടി തട്ടാ ഇവിടെ വെച്ചിട്ടുണ്ട്. വണ്ടി ടയറൊക്കെ ചൂടായിട്ടുണ്ട് കേട്ടോ. ടയർ ഓവർ ചൂടായതിന് വിഷയമാണ് കേട്ടോ. ഓൻ്റെ പൂന്നോ നല്ല ചൂടാട്ടോ ടയർ. നല്ല ചൂടായി കഴിഞ്ഞാൽ ടയർ പൊട്ടും. സീനാണ്. സ്കൂട്ടിയാണ്, അപ്പോൾ അതിനനുസരിച്ച് മെയിൻറ്റെയിൻ ചെയ്ത് നമുക്ക് 50 കിലോമീറ്റർ ഓടി കഴിഞ്ഞാൽ വണ്ടി റെസ്റ്റ് ചെയ്യണം കേട്ടോ. അല്ലെങ്കിൽ ബെൽറ്റ് വരെ പൊട്ടാൻ ചാൻസ് ഉണ്ട്. വണ്ടി ഇപ്പോൾ മുമ്പോട്ട് കിടന്നതിന് ശേഷം വല്ലാണ്ടങ്ങ് ചളിയിട്ടില്ല, എന്നാലും ചളി ഉണ്ട് കേട്ടോ. ഓക്കെ, ടയർ നല്ല രീതിയിൽ ഹീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഓക്കെ ഗൈസ്, പേരും ചൂടാണ് ഗൈസ് പഞ്ചാബിൽ. എന്താ പറയാ, ചുറ്റുള്ള വെയിൽ. ഇവിടെ നോക്കിയാ പേരും വെയിലാണ്. ഫാഷൻ പ്രോണാ പോയത്, പോലീസ് വണ്ടിയല്ല കേട്ടോ, ഫാഷൻ പ്രോ. ഗൈസ് അങ്ങനെ ഐസ്ക്രീം വാങ്ങിയാണ് കേട്ടോ. ഇതുണ്ടോ ഇതേപോലത്തെ ചായ ഗ്ലാസ് ഉണ്ടല്ലോ, അതിൽ ഫുള്ള് തരും കേട്ടോ. ഒരു സ്കൂപ്പ് നല്ല കണക്ക്. ആ ഗ്ലാസ് മൊത്തം നട്ട്സൊക്കെ ഇട്ട് കണ്ട് തരും കേട്ടോ. 20 രൂപ ഉള്ളൂ. അടിപൊളി ഐസ്ക്രീം കേട്ടോ. ബട്ടർ സ്കോച്ചാണ് ഫ്ലേവർ, പക്ഷേ വേറെ ടൈപ്പ് ടേസ്റ്റ്. ఉంటాంటరా ఉంటానా ఉంటానా അയാൾ പോയി കേൾക്കണേ മുട്ടാമെന്നാണ്. ഓ വെടിക്കെട്ടും പൂരം ആ പോണു. കൈസൊന്നുമില്ല കൈസ്, ഇത് വണ്ടിയാണ്.
ഞങ്ങൾ അമൃത്സറിൽ എത്തിയിട്ടോ. ഇവിടുന്ന് കുറച്ച് പോകണം. വാഗ ബോർഡർ ഗോൾഡൻ ടെമ്പിൾ. അപ്പോൾ ഞാൻ ഇവിടെ ഒരു സാധനം കണ്ടിട്ട് ഒരു മുതലുണ്ടോ നോക്കിയേ, വെസ്പ, ബജാജിൻ്റെ വെസ്പ. എന്ത് കണ്ടീഷൻ സാധനം എന്നറിയോ, നല്ല വൃത്തിൻ്റെ വണ്ടിയാണ്. അങ്ങോട്ട് നോക്കിയേ, എണ്ണ വൃത്തിച്ചിട്ടാ ഒരു രക്ഷയില്ല. സ്റ്റോക്ക് കണ്ടീഷൻ സാധനം കണ്ടോ. സൈഡ് മിറർ ഉണ്ടോ, സൈഡ് മിറർ എല്ലാം സ്റ്റോക്ക് കേട്ടോ. മീറ്റർ എല്ലാം ഉണ്ട് കേട്ടോ. സാധനം അടിപൊളി വണ്ടി. ഇവിടെ 50,000 ചോട സാധനം കിട്ടും കേട്ടോ, സെക്കൻഡ് ഹാൻഡ്. നല്ല കണ്ടീഷനുള്ള വണ്ടി നോക്കിയിട്ട് നാട്ടിൽ എടുത്തുകൊണ്ടായാൽ മതി, അടിപൊളിയാവും. പക്ഷെ അത് നമുക്ക് തിരിച്ചു വരുമ്പോൾ നോക്കണം. പക്ഷെ അതൊന്ന് പറഞ്ഞു വെച്ചാ ഒരു സൗണ്ട് നോക്കിയേ. 2003 2004 മോഡൽ വണ്ടി കേട്ടത്. അടിപൊളി. എഞ്ചിൻ മാറ്റി വെച്ചായിട്ട് ഓടിച്ചവർ അല്ലാ വേല. ഓക്കെ, നമ്മളതേ വണ്ടിയുടെ ബെയറിങ് പോയിട്ടുണ്ട്. അപ്പോൾ അത് ഈ ചേട്ടൻ റെഡി കണ്ടെടുക്കണം. അപ്പോൾ ഇവരെ ഉപ്പിയും മോനും കൂടെ നടത്തുന്ന ഒരു കട കേട്ടോ. അപ്പോൾ ഞാൻ ചായക്കടയുടെ അടുത്തോടെയുണ്ട് ചോദിച്ചു. അപ്പോൾ ഒരു ചായ ഇവിടെ ഉണ്ട്, ചായ ഞങ്ങൾ തരാറുണ്ട്. മേലെ വീടാട്ടോ. മൂപ്പരപ്പം മേലേക്ക് പോയിട്ടുണ്ട് നമുക്ക് ചായ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പുള്ളിക്കാരൻ നമ്മൾ ബെയറിങ് പോയിട്ടുണ്ട്. വണ്ടി എന്ന് വെച്ചാൽ നമ്മൾ ഇൻ കേസ് എന്തെങ്കിലും ആവശ്യത്തിന് വെച്ചാൽ 2 കൈ വിടുമല്ലോ, ഇങ്ങനെ ജെർക്ക് ചെയ്യുക. ഇങ്ങനെ കഷ്ടമാണ്. അപ്പോൾ നമുക്ക് ഞാൻ അത് റെഡിയാക്കണം. അപ്പോൾ അത് റെഡിയാക്കാം കേട്ടോ. അതാ വണ്ടി ലിഫ്റ്റ് ചെയ്തിട്ടുണ്ട്. അതാണ് ഇനി പരിപാടി. വയറിങ് പോയിട്ട് ആകെ എരപ്പായിട്ട് കേട്ടോ. എന്തൊക്കെയോ വണ്ടിയൊക്കെ കൺട്രോൾ ഇടണ പോലെ ഫീൽ ചെയ്യുക. അപ്പോൾ ഒന്ന് റെഡിയാക്കണം. നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിയുടെ റൂലി ചെയ്യുന്നുണ്ട് കേട്ടോ. ഇതുണ്ടോ ഫ്രണ്ട് ഡിസ്കൊക്കെ കണ്ടിട്ട് എരപ്പായി കേട്ടോ, ഇതായിട്ടുണ്ട്. അപ്പോൾ അത് റെഡിയാക്കാണ്. അതിനകത്ത് അങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ട് കേട്ടോ, ബെയറിങ് പറഞ്ഞ സംഭവം അല്ലേ. ഇതുണ്ടോ ഈ ഒരു വീലിനകത്ത് വരുന്ന സംഭവമാണ് കംപ്ലീറ്റ്. അത് മാറണം ഇനി. അപ്പോൾ അത് റെഡിയാക്കി എടുക്കണം. പതുക്കി കേട്ടോ. ഋഷായിക്കാൻ്റെ വണ്ടി സ്പാർക്ക് പ്ലഗ് പോയി, അങ്ങനെ അത് മാറ്റി. അങ്ങനെ അല്ലറ കുറച്ച് പരിപാടിയാണ്. ഇനി അപ്പോൾ നാളെ ഇൻഷാ അല്ലാഹ് നമുക്ക് വണ്ടിയുടെ ഫോഗ് ലൈറ്റ് ഉണ്ടല്ലോ അതൊന്ന് റെഡിയാക്കി എടുക്കണ്ട. അതിന് വണ്ടിയുടെ ബാക്കിൽ ബോക്സ് വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ ബോക്സ് വെക്കണം, മസ്റ്റാണ്. കാരണം വെച്ചാൽ എൻ്റെ അതിനുള്ളിലുള്ള ഡ്രസ്സ് കംപ്ലീറ്റ് നനഞ്ഞിട്ടാണ്, കംപ്ലീറ്റ് ഡാർപ്പായിട്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിട്ട് കെട്ടിയാലും അടിക്കൂടി വെള്ളം ഇറങ്ങും. വെള്ളമാണ് ഇറങ്ങിയിട്ട് ഫുള്ള് പൂപ്പൽ പിടിച്ച പോലെ ഇരിക്കണം. അപ്പോൾ ബോക്സ് എങ്ങനെയെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ബോക്സ് സെറ്റ് ചെയ്യണം. അപ്പോൾ ഇത് റെഡിയാക്കാം കേട്ടോ. ഗൈസ്, ഞാൻ ഇവിടെ അടുത്ത് ചായയുടെ ഷോപ്പ് ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളത്. എനിക്ക് അവരുടെ ചായ ഉണ്ടാക്കി കൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. ചായയും ബിസ്ക്കറ്റും ഉണ്ട് കേട്ടോ. ഈ കാണുന്ന ഇവരെ പുള്ളിക്കാരൻ്റെ അപ്പനും അമ്മയോട്ടെ ഈ കാണുന്നത്. എന്തായാലേ ഞാൻ അടുത്ത് ചായക്കട ഉണ്ടെന്ന് ചോദിച്ചിട്ടുള്ളൂ. പുള്ളിക്കാരൻ ചായ ഉണ്ടാക്കി കൊണ്ട് വന്നു കേട്ടോ. അടിപൊളി. അത് സൂപ്പർ ചായ കേട്ടാ, രക്ഷയില്ല. വെളുത്തിരിക്കും ഗൈസ്. അങ്ങനെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് കയറാൻ പോവാ കേട്ടോ. അതേ അകത്തോട്ട് കയറുന്ന ഒരു ഭാഗത്തെ ഗേറ്റാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വീഡിയോയുടെ ബാക്ക്ഗ്രൗണ്ടിൽ അവിടുത്തെ പാട്ടുണ്ട്, കോപ്പിറൈറ്റ് കിട്ടുമെന്ന് പേടിച്ചാണ് ഗൈസ്. നമ്മളിപ്പോൾ ഇനി കാണാൻ പോകുന്നത് എവിടേക്ക് അറിയാം, അതായത് പഞ്ചാബിൽ വരുമ്പോൾ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഏറ്റവും പ്രസിദ്ധമായ ഒരു സ്ഥലമാണ് ഗോൾഡൻ ടെമ്പിൾ അല്ലേ. നമ്മൾ ഗോൾഡൻ ടെമ്പിളിലോട്ട് കാണാൻ വേണ്ടി പോകും, ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോകും കേട്ടോ. അപ്പോൾ വളരെയധികം എക്സൈറ്റഡ് ആണ്. ഞാൻ കുറേ ഫോട്ടോസ് ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. ഫസ്റ്റ് ടൈമാണ് നമ്മൾ നേരിട്ട് പോണത്. ഞാനല്ല, നമ്മൾ നേരിട്ട് കാണാൻ പോകുന്നത് കേട്ടോ. ഓക്കെ, ഞാൻ എന്താണ് കാണുന്നത് അത് നിങ്ങൾക്ക് എൻ്റെ കണ്ണിലൂടെ എന്താണ് എനിക്ക് സ്വന്തമായിട്ട് തോന്നുന്നത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരും. അങ്ങനെ ഗോൾഡൻ ടെമ്പിളിനകത്തെ കാഴ്ചകളാണ് നിങ്ങളെ കാണുന്നത്. പക്ഷെ അവിടെ വീഡിയോ അത്ര ഇതല്ല, പോസിബിൾ അല്ല. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. നിങ്ങൾക്ക് കാണിച്ചു തരണമെന്ന് എനിക്കൊരു നിർബന്ധം ഉണ്ട് കേട്ടോ. അവർ കണ്ടു കഴിഞ്ഞാൽ വീഡിയോ പിടിച്ച് ഡിലീറ്റ് ചെയ്യും. അങ്ങനെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഗോൾഡൻ ടെമ്പിൾ. അതിനകത്ത് നിങ്ങൾക്കൊരു ഭക്ഷണം കഴിക്കാനൊരു സാധനം കിട്ടി. നല്ല അണ്ടിക്കുട്ട് പോലത്തെ നല്ല അടിപൊളി നെയ്യിലോട്ട് അടിപൊളി സാധനമായിരുന്നു കേട്ടോ. പക്ഷെ ഞാനതെല്ലാം വോയിസ് ഓവർ കയറ്റിയിട്ട് വന്നു. കാരണം ബാക്ക്ഗ്രൗണ്ടിൽ അവരുടേതായ സ്റ്റൈലിലുള്ള പാട്ട് പാടുന്നുണ്ട്, അത് കോപ്പിറൈറ്റ് കിട്ടും എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കുന്നത്. എന്തൊക്കെ പറഞ്ഞാലും നൈറ്റിൽ ആ ഗോൾഡൻ ടെമ്പിൾ കാണുമ്പോൾ ഒരു പ്രത്യേക തരം ഭംഗിയാണ് കേട്ടോ. ഒരു രക്ഷയില്ലാത്ത കാഴ്ചയായിരുന്നു കിട്ടുന്നത്.
പക്ഷേ കുറേ ക്ലിപ്പുകൾ അവർ എൻ്റെ കയ്യിൽ നിന്ന് ഡിലീറ്റ് ചെയ്തു. എന്നെ വീഡിയോ എടുക്കുമ്പോൾ പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് അവർ ഫോൺ പിടിച്ചെടുത്തായിരുന്നു കേട്ടോ ക്യാമറ. ഒരു 1-2 വീഡിയോ ക്ലിപ്പ് അവർ ഡിലീറ്റ് ചെയ്തായിരുന്നു. ഇതാട്ടോ ഫുഡ് കഴിക്കാനുള്ള പാത്രം കെട്ടിയിട്ടുണ്ട്. ബാക്കിൽ എൻ്റെ ബാക്കിക്കാർ വരുന്നുണ്ട് കേട്ടോ. ഇനി ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ, ഫുഡ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അടിപൊളി ഫുഡ്. നല്ല ചപ്പാത്തിയും ചെറുപയറിൻ്റെ ഒരു കറി കേട്ടോ. ഇത് വെള്ളം കേട്ടോ, വെള്ളമാണ് കാണുന്നത്. വെള്ളം കൊണ്ട് നോക്കണ സിസ്റ്റം നോക്കിയാൽ. അപ്പോൾ അതാണ് ഞാൻ പറഞ്ഞത്, ഗോൾഡൻ ടെമ്പിൾ വന്ന് ഞങ്ങൾക്ക് ഭക്ഷണം കിട്ടും. ഞാൻ എങ്ങനെ വീടെടുക്കണം എന്താ അറിയുമോ? ചിലപ്പോൾ കണ്ടു കഴിഞ്ഞാൽ എല്ലാം കൂടി അടപ്പിലാവും. നിങ്ങൾക്ക് കാണിച്ചു തരണം എന്നൊക്കെ നല്ല ആഗ്രഹമുണ്ട് കേട്ടോ. ഇപ്പം ഇങ്ങനെ എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ, അതുകൊണ്ടാണ്. ഓക്കെ, ഇവിടെ വന്നു കഴിഞ്ഞാൽ ഭക്ഷണമുണ്ട്. ആ ഏത് നേരത്തെ വന്നാലും നിങ്ങൾക്ക് ഭക്ഷണം കിട്ടും. ഓക്കെ, ആ വേറെ ടൈപ്പ് കറി. ഈ കറി തന്നെയാണ് വേറൊരു കറി കൂടെ വെച്ച് വന്നിട്ടോ. ഇതടിപോലെ തന്നെ കടല ഇങ്ങനത്തെ പച്ചക്കറിൻ്റെ ഇതൊക്കെ കറി കേട്ടോ. ഇത് രസം കേട്ടോ. എനിക്ക് ഈ കറിയായിട്ട് നല്ല ഇഷ്ടപ്പെട്ട്. നല്ല അടിപൊളി ടേസ്റ്റ്, രക്ഷയില്ല. ഗൈസ്, അങ്ങനത്തെ നമ്മൾ ഗോൾഡൻ ടെമ്പിളിൻ്റെ പുറത്തോട്ട് ഇറങ്ങിയിട്ടാ. ഒരു രക്ഷയില്ല. അവർ എന്താ ഉണ്ടായിച്ചാൽ എന്നെ കണ്ട അവർക്ക് വേഗം മനസ്സിലാവും. ഒരു പ്രാവശ്യം പിടിച്ചാൽ പിന്നെ ഇന്നെ വേഗം മനസ്സിലാവും. ഇവരെൻ്റെ വീഡിയോസ് എന്നെ പിടിച്ചിട്ട് എൻ്റെ വീഡിയോസ് ഡിലീറ്റ് ചെയ്ത് എന്നിട്ട് പിന്നെ ഇന്നെ തന്നെ ഇങ്ങനെ നോക്കി കേൾക്ക് വീഡിയോ എടുക്കാനും വെച്ച് അവർ കാണാതെ കുടുങ്ങിയിട്ടാണ്. ഉള്ള വീഡിയോ എടുത്താണെങ്കിൽ ഡിലീറ്റ് ചെയ്യുകയും ചെയ്ത്. ആകെ കുറച്ച് 1-2 ക്ലിപ്പാണ്. ആകെ ഒരു നല്ലൊരു അടിപൊളി ക്ലിപ്പ് എടുത്തിരുന്നു. അത് ഫുള്ള് ഡിലീറ്റ് ചെയ്തിട്ട് അവർ. ഒരു രക്ഷയില്ല. ഇതാണ് ഇപ്പം എൻ്റെ അവസ്ഥ. എന്നെ പിടിച്ചതാണ്. എന്നെ പിടിച്ചിട്ട് അവരെന്നെ തന്നെ നോക്കുക. അതായത് ഞാൻ ഏത് മൂലൊക്കെ പോയാലും പഹന്മാർക്ക് വേഗം മനസ്സിലാവേ. ഈ കളറായതുകൊണ്ട് വേഗം മനസ്സിലാവും. ഞാൻ പൊത്ത കാട്ടുക. ലാസ്റ്റ് എന്ത് ചെയ്യുക, എടുത്ത വീഡിയോ പോയി. വേറെ ഒന്നും ഉണ്ടായില്ല. ഒരു കഥ. നല്ല അടിപൊളി ക്ലിപ്പായിരുന്നു. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എടുത്താൽ ചെയ്യുന്നത് പോയി.